കിടക്കയിൽ വെച്ചോ അയ്യോ സോദര വീട്ടിൽ വസിച്ചിടുമ്പോഴോ കട്ടിലിൽ കിടക്കയിൽ വെച്ചോ അയ്യോ സോദര വീട്ടിൽ വസിച്ചിടുമ്പോഴോ കാട്ടിൽ മാലാകളിലോ റോഡിൽ തേരുക്കളിലോ കാട്ടിൽ മാലാകളിലോ റോഡിൽ തേരുക്കളിലോ കൂട്ടുകാർത്തേർന്നു വഴി യാത്രകൾ ചെയ്യുമ്പോഴോ കൂട്ടുകാർത്തേർന്നു വഴി യാത്രകൾ ചെയ്യുമ്പോഴോ എപ്പോഴാണ് എന്റെ സോദര മൃത്യു വരുന്നതോർത്താകിരെന്തു കർത്താവേ എപ്പോഴാണ് എന്റെ സോദര മൃത്യു വരുന്നതോർത്താകിരെന്തു കർത്താവേ. പാട്ടുകാരൻ പാടിയതുപോലെ എപ്പോഴാണ് മരണം സംഭവിക്കുന്നതെന്ന് നമുക്കാർക്കും പറയുവാൻ സാധിക്കുകയില്ല. ഇന്നത്തെ കണക്ക് പ്രകാരം ഒരു സെക്കൻഡിൽ 6 പേര് ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുന്നുവെന്നാണ് ഔദ്യോഗികമായ കണക്ക്. ഒരു സെക്കൻഡിൽ അത് 6 പേരാകുമ്പോൾ ഒരു മിനിറ്റിൽ അത് 360 പേര് ഒരു മിനിറ്റിൽ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ദൈവം ഇത്രത്തോളം ആയുസ്സും ആരോഗ്യവും ദൈവം തന്നു. ആ ദൈവത്തെ നാം പ്രസാദിപ്പിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ഓർത്തുകൊള്ളണം. ഇന്നേക്ക് 2013 വർഷങ്ങൾക്ക് മുമ്പ് സ്വർഗത്തിലിരുന്ന ദൈവം ഈ താണ ഭൂമിയിലേക്ക് മനുഷ്യനെ സ്നേഹിച്ച് നമ്മെ സ്നേഹിച്ച് നമ്മുടെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ വേണ്ടി ഈ ഭൂമിയിൽ ജന്മമെടുത്തപ്പോൾ യേശു ലോകത്തിൽ ജനിച്ചപ്പോൾ സ്വർഗത്തിലെ മാലാഖമാർ ഇങ്ങനെ പാടി അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനമെന്ന്. പ്രിയപ്പെട്ടവരെ, ആർക്കാണ് സമാധാനം? ആർക്കാണ് സന്തോഷം? ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവർക്കാണ് ഇന്ന് ഭൂമിയിൽ സന്തോഷമുള്ളത്. അർത്ഥാൽ ഒരു പിതാവിനെ പ്രസാദിപ്പിക്കുന്ന മകൻ ആ മകനെ ഓർത്ത് പിതാവ് സന്തോഷിക്കുന്നു. ആ പിതാവ് സന്തോഷിക്കുമ്പോൾ മകന് സന്തോഷമുണ്ടാകുന്നു എന്നതുപോലെ സ്വർഗത്തിലെ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവർക്കാണ് ഈ ഭൂമിയിൽ സന്തോഷവും സമാധാനമുള്ളത്. ദൈവത്തെ പ്രസാദിപ്പിക്കാതെ പാവവഴികളിൽ മനുഷ്യർ നടക്കുമ്പോൾ അവന് സന്തോഷമോ സമാധാനമോ ഇല്ല. ഓരോ കാലഘട്ടത്തിൽ ഈ ദൈവത്തെ അറിയുവാൻ ഞങ്ങളുടെ ജീവിതത്തിൽ ഭാഗ്യം ലഭിച്ചു. അങ്ങനെ ഞങ്ങൾക്ക് സന്തോഷം